ഗൈസ്, അപ്പോൾ നമ്മുടെ പയ്യന്മാർ ട്രഷറും തപ്പി ഏതോ ഒരു പുതിയ ലൊക്കേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ഓക്കെ, വിടല്ലേ, ക്ലിഫ് വിട്ടൊരു പരിപാടിയില്ല. ദോ കാണുന്ന പ്ലെയിൻ കണ്ടോ, അത് നമ്മുടെ ബാക്കപ്പാണ്, എസ്കേപ്പ് റൂട്ടാണ്. സോ അതിലാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണേലും ഇത് കീഴിലൊരു അഡ്വഞ്ചർ ആയിരിക്കും ഗൈസ്. നോക്കിയേ, നമുക്കെന്തായാലും പെട്ടെന്ന് പോയേക്കാം, ഒരുപാട് ടൈം കളയാനില്ല. നമ്മുടെ പയ്യൻ അപ്പുറത്തുണ്ട് കേട്ടോ, അവൻ ഒറ്റക്കല്ല. പൈലറ്റൊക്കെ റെഡിയാണെന്ന് തോന്നുന്നു. അവസാനം കുറച്ച് സീനായിരിക്കും എസ്കേപ്പ്. ലെറ്റ്സ് ഗോ. എന്നാ വ്യൂ ആണല്ലോ, നോക്കിയേ, അവൻ അവിടെ തന്നെ ഉണ്ടോ എന്തോ. ഓക്കെ, എന്താണേലും നമുക്ക് പോയേക്കാം കേട്ടോ. ഇതല്ലേ വഴി? ഇതെന്താണിത്? ഓക്കെ, അത് പന്നിയുടെ എന്തോ ട്രഷർ കിട്ടി, പന്നിയുടെ സിമ്പിളിൽ ഏതോ ട്രഷർ. അപ്പം അതല്ല കേട്ടോ വഴി. നമ്മൾ എഴുതിട്ട് പോയാച്ച്. എനിക്കൊന്ന് ഈ ഡയറക്ഷനാണ്, ഈ കാട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നോക്കട്ടെ, അത് ഇതിൻ്റെ മേളിൽ കൂടിയാണ് പോകേണ്ടത്. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇതിൻ്റെ മേളിൽ കൂടിയാണ് പോകേണ്ടതാണ്. നമ്മളിതിൻ്റെ താഴോട്ട് ഇറങ്ങിയ കാക്കകൾ. അപ്പം ഇത് തന്നെ വഴി. എൻ്റെ ബലമായ സംശയം ഇത് തന്നെയാണെന്നാണ്. അല്ല, അവൻ പുറകിലുണ്ട്, അവൻ പുറകിൽ വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അടുത്തൊരു ക്ലിഫ്. താഴത്തോട്ട് നോക്കിയിട്ട് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ടോണ്ട് ഡൗട്ട്. നമ്മളിത്തിരി പ്രാക്ടീസൊക്കെ ചെയ്ത്, ഇനി കുഴപ്പമില്ല, ഇനി ഒരു യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇങ്ങോട്ടാണെന്ന് തോന്നട്ടെ പോണ്ടേ. ഇത് കുണ്ടിയെല്ലാം പോച്ച്. അവൻ എക്സ്ട്രാ പാൻറ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എങ്ങനെ പോയാലും കീറും ഉറപ്പാ. ചത്ത അങ്ങോട്ടല്ല, ഇവിടെ താഴോട്ടല്ലായിരുന്നല്ലേ. ഞാനിപ്പോ തെന്നി ചത്താനെ. ഗൈസ്, ഇനി അങ്ങോട്ട് ഇതുപോലത്തെ അഡ്വഞ്ചർ ആണെങ്കിൽ നമ്മുടെ പയ്യന്മാരുടെ ഫേസ് എന്താണേലും കുറച്ച് ഡള്ളാവും, ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് വി ഹാവ് എ സൊല്യൂഷൻ. മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് കിറ്റാണ് ഇതിനൊരു സൊല്യൂഷൻ. ഈ ഒരു കോംബോയിൽ മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് സ്ക്രബും മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ഫോം ഫേസ് വാഷ് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടർമറിക് ആൻഡ് അലോവേറയുടെ ബീഡ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസ് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 10 മിനിറ്റ് സ്ക്രബ് ചെയ്തതിനു ശേഷം നമുക്ക് മുസ്താക്കിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ റിയൽ ടർമറിക് എക്സ്ട്രാക്ഷൻ ഉള്ളത്, അതുകൊണ്ടാണ് ഈ യെല്ലോ കളർ വരുന്നത്. ഫേസ് ഡീപ് ക്ലീൻ ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ലിങ്ക്സ് ഞാൻ കമന്റ്സിൽ പിൻ ചെയ്തേക്കാം, എല്ലാവരും ചെക്ക് ചെയ്തേക്കാം. ഗൈസ്, ഈ പ്രൊഡക്റ്റ് നൈസ് ആണ്, നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ കളഞ്ഞ് ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് ലുക്ക് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, നമുക്ക് പോയേക്കാം. നമ്മുടെ അഡ്വഞ്ചർ കണ്ടിന്യൂ ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇനി സീനാരും ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്ക് ഇന്ന് തന്നെ ട്രഷർ കണ്ടെത്തണം. കയറൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കൂടാതെ ആരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ദേ വന്നിരിക്കും നമ്മള്. 3 പേരേ ഉള്ളൂ. ഈസി. കവർ എടുത്ത് കളിക്കുന്നു. അവൻ എനിക്ക് നെരുക്കി കൊല്ലണം. ഞാൻ ബുള്ളറ്റ് ഡോസ് ചെയ്ത് അവനെ നെരുക്കി കൊല്ലാൻ പോണ. അൺലിമിറ്റഡ് ബുള്ളറ്റാ, അല്ലെങ്കിൽ മേളിൽ കൂടി ചാടി ഇങ്ങനെ ഉരുണ്ട് പോയി കൊന്നാലോ. എവിടെ എങ്ങനെ ഇരിക്കണ്? ഓക്കെ, നമുക്ക് പോയേക്കാം. ലെറ്റ്സ് ഗോ. Nice to meet you too, Shoreline. Seems like they were expecting us. And like they're searching away from the cathedral. അത് ശരി. ഇപ്പൊ അവന്മാരിവിടെ പണിതൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അവന്മാര് കുറച്ച് പൈസ ടീമാണ്. Monks had several living quarters. Main one being by the graveyard, of course. ട്രഷർ കണ്ടെത്താൻ വേണ്ടി അവന്മാര് എന്ത് പണി ചെയ്യും. ഗ്രനേഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Yep. Dynamite. ഡൈനാമൈറ്റ്. കൊള്ളാം. ഇതെങ്ങനെ പൊട്ടിക്ക? അയ്യോ, ഞാൻ എന്തോ പറഞ്ഞു. എന്റെ കൊള്ളാം. ഡൈനാമൈറ്റ് കയ്യിരുന്ന് വിട്ടേനെ ഇപ്പൊ. ഓക്കെ, ഇപ്പൊ ശരി. സീൻ. ഒരു 2-3 ഡൈനാമൈറ്റ് കയ്യിലെടുത്ത് വെച്ചേക്കാം.
ഇവിടെ ഡൈനാമൈറ്റ് വേണം ഇവിടെ. ആരൊക്കെയോ ഡൈനാമൈറ്റ് ദൂരത്ത് പൊട്ടിച്ചു കളിക്കുന്നുണ്ട്. ആ അതേ ഇരിക്കണം ഡോറ്. ഈ ഡോറ് ഡൈനാമൈറ്റ് ഇട്ട് പൊട്ടിക്കണം. ഓൾ സെറ്റ്. Take that, door. You're pretty good with that stuff. Well, ഈ let's ബോക്സിലെ blow all that shit കയറാൻ up പറ്റുള്ളൂ. over ബാക്കി ബോക്സ് ഒക്കെ പിന്നെ തന്നെ വെച്ചിരിക്കുന്നത്. here. Hey, we can ഒന്ന് use this സഹായിക്കടാ. out of that building. ഇവനെന്താ വട്ട ഇട്ട് കളിക്കോ? എടാ ഇവന്റെ ചന്തി കാരണം അങ്ങോട്ട് കേറുന്നില്ലല്ലോ. ഇവിടെ സ്റ്റക്കായി, ബോക്സ് പോയി. ചരിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങോട്ട്. എന്റെ പൊന്ന് ആക്കോളാം. ഈ വെണ്ടാമണിയൻ എന്താ കാണിക്കുന്നത്? ഓൾ സെറ്റ്. മാറിക്കോ, ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇருக்கு. ഷോർലൈനാ അവന്മാര് ദേ വരുന്നടാ. ഞാനിതും തള്ളിക്കൊണ്ട് പോവാ. What the shit? What was that? Watch it. All right then. അവന്മാരാരും അറിയാതെ നമ്മൾ തട്ടണം ഗൈസ്. ഒന്ന് നമുക്കധികം സമയമില്ല, അല്ലെങ്കിൽ ഇവന്മാരെ നെരുകിക്കൊള്ളായിരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് വൈപ്പ് ചെയ്യാലോ. മരത്തേട്ടൊക്കെ വിളിക്കണം. ഓക്കെ ഹിയർ വി ഗോ. പോയേക്കാം, കഴിഞ്ഞ്. വെടി വെക്കണ്ടായിരുന്നു. ഇവന്മാരെ ആളെയും കൂട്ടി വന്നതാ. കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞു 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 കഴിഞ്ഞു. AK ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം. ഹനിയ ഒന്ന് തള്ളിത്തരൂ. All right. Nicely done. എടാ അല്ലെങ്കിൽ വഴിയെങ്കിലും മുടക്കാതിരിക്കട്ടെ. ഇവരെന്താ കാണിക്കണേ? Let's get out of here before anyone checks in on them. അവിടെ വല്ല ബോക്സ് എടുക്കണതിനടുത്ത് കയറണതിന് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ബോക്സ് എടുത്തിട്ടുണ്ടെന്നിരിക്കുന്നു. എന്തേലും ആവട്ടെ ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഉറപ്പായിട്ട് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഗെറ്റ് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു